ഈ വഹാബികൾ 8ഉം 10ഒക്കെ ടീമായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റായി പോകാനുള്ള റീസൺ എന്താ അറിയോ? ചിന്ത കൂടിപ്പോയതാണ്. ഈ വഹാബിസത്തിൽ പെട്ടുപോയ ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആദ്യമായിട്ട് വഹാബിസത്തിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം. ഏതോ ഒരാൾ കുറച്ച് കോപ്പി പേസ്റ്റ് സാധനങ്ങൾ അയച്ചു തന്നിട്ട് ഇത് ഖുർആനാണ് പറയുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളെ ബുദ്ധി പണയം വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടല്ലേ? ശരിയാണ്, ഖുർആനിലുടനീളം നമ്മളോട് ചിന്തിക്കാൻ വേണ്ടി റബ്ബ് പറയുന്നുണ്ട്. അത് ഖുർആന്റെ ആയത്തുകളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് ഇസ്തിഗാസ ശിർക്കാണ്, തവസ്സുൽ ശിർക്കാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല. അത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഏതൊരു പ്രൊഡക്റ്റ് ഉണ്ടാവണമെങ്കിലും അതിന്റെ പിന്നിലൊരു പ്രൊഡ്യൂസർ അത്യാവശ്യമാണ്. അതേപോലെ ഈ യൂണിവേഴ്സ് ഉണ്ടാവണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടാവണം എന്നുള്ള സയൻസ് വരെ അംഗീകരിച്ച കാര്യമാണ്. ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അള്ളാഹു ആണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് ചിന്തിക്കാൻ വേണ്ടി ഖുർആൻ പറയുന്നത്. അല്ലാതെ ഓരോരുത്തരും ഖുർആന്റെ പരിഭാഷ നോക്കിയിട്ട് സ്വന്തം ശരിയെന്ന് തോന്നുന്നതിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് അവരെ ദീനാവും, അല്ലാതെ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച ദീനാവില്ല. അതാണിപ്പോൾ നമ്മൾ അവരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പരിണാമം. അതിന്റെ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. മുജാഹിദ് വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട 2 ഗ്രൂപ്പുകളാണ്, ഒന്ന് വിസ്റ്റം ഗ്രൂപ്പും ഒന്ന് KNM. വേറെയും ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ നിന്നാൽ തീരൂല. അവർ തമ്മിൽ തർക്കത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. അതായത് KNMന്റെ വിശ്വാസം മലക്കുകളോടും ജിന്നുകളോടും അബോധികരമായ കാര്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം വിസ്റ്റം ഗ്രൂപ്പുകാർ പറയുന്നത് ഈ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ ഇവരൊക്കെ മുശ്രിക്കാണ്. അപ്പൊ ഇതിനുള്ള തെളിവ് എന്താന്ന് ചോദിക്കുമ്പോൾ ഫൈസൽ മൗലവി പറയുന്നത് എന്താ പറയാ? മുജാഹിദ് വിഭാഗത്തിന്റെ 1ാമത്തെ പ്രസിഡന്റ് KM ഉമർ മൗലവി എഴുതി വെച്ചിട്ടുണ്ട്, അള്ളാഹു അല്ലാത്ത ഒരാളോടും അബോധികരമായിട്ടുള്ള ഒരു കാര്യം ചോദിക്കാൻ പാടില്ല. അതന്നെ അവർക്ക് തെളിവായിട്ടുണ്ടാവുള്ളൂ. അല്ലാതെ ഖുർആന്റെ ഏതെങ്കിലും ഒരു ആയത്തെടുത്തിട്ട് ഇസ്തിഗാസ ശിർക്കാണ്, തവസ്സുൽ ശിർക്കാണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മുഫസ്സിറിനെ കാണിച്ചു തരാൻ ഇലാ യൗമിൽ ഖിയാമ അവരെ കൊണ്ട് പറ്റൂല. അങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരും. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. എന്റെ കമന്റ് ബോക്സ് ഞങ്ങൾക്ക് ഇട്ടുതരാണ്. ഇത് കേൾക്കുന്ന വിസ്റ്റം ഗ്രൂപ്പുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ വാദം തെളിയിക്കാൻ ഖുർആനിലെ ഏതെങ്കിലും ഒരായത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? കോമഡി അതല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുശ്രിക്കാക്കലോടുകൂടി അവരെ സംസാരം തരുമോ? ഞങ്ങളൊക്കെ ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നവരാണ്, ചില പോയിന്റുകളിലെ വ്യത്യാസമുള്ളൂ. എന്താ പോയിന്റ്? ഈ ജാതി മുശ്രിക്കാക്കുന്ന പോയിന്റാണ്. ഇവർക്ക് പിന്നെ നിലപാട് എന്ന് പറഞ്ഞ സംഗതി പണ്ടേ ഇല്ല. സുന്നികളെ മുശ്രിക്കാക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. എന്നിട്ട് നമ്മൾ അവിടെ പോയി നിസ്കരിക്കുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ബേക്കിലാന്ന് തോണ്ടുന്ന ഇവരേക്കും. ഇവര് വിശ്വാസപ്രകാരം നമ്മൾ കാഫിറല്ലേ, പിന്നെ ഇവര് നിസ്കാരം എങ്ങനെ ശരിയാവല്? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ചിന്തിക്കണം. ഖുർആനിലെ ആയത്തുകളുടെ അർത്ഥം നോക്കിയിട്ട് പുതിയ പുതിയ ഹുക്കുമുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല. മുത്തുനബി തങ്ങൾ ഒറ്റ വാക്ക് മാത്രം ആലോചിച്ചാൽ മതി, എൻ്റെ ഈ ഉമ്മത്ത് 73 വിഭാഗമായി മാറും. അതിൽ ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ പോകുന്നത്. അതേതാ വിഭാഗം? മാ അന അലൈഹി വ അസ്ഹാബി. മുത്തുനബി തങ്ങളെയും സ്വഹാബത്തിനെയും ഫോളോ അപ്പ് ചെയ്തവരാണ് അവർ. ആ ഒരു വിഭാഗത്തിൽ ഇവരെന്തായാലും പൊഴൂല എന്നുള്ള ഉറപ്പാണ്. കാരണം അവരിപ്പം തന്നെ 8ഉം 10ഒക്കെ ഗ്രൂപ്പായിട്ടുണ്ട്. ഇനിയും 15ഉം 20ഒക്കെ ആവാന്ന് നമ്മളെ ഫൈസൽ മൗലവി പറഞ്ഞത്. എന്നിട്ട് അവരെ മനസ്സമാധാനത്തിന് വേണ്ടി പറയും, സുന്നികളും അങ്ങനെ തന്നെയല്ലേ 10ഉം 15ഒക്കെ ഗ്രൂപ്പായിട്ടില്ലേ, അതൊക്കെ നിങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി പറയാം. പക്ഷെ ഇത് കേൾക്കുന്ന ആളുകളിൽ ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്, അവർക്ക് കാര്യം മനസ്സിലാവും. ആശയപരമായിട്ടുള്ള ചില പിണക്കങ്ങൾ കാരണം 2 വിഭാഗമായി മാറി എന്നല്ലാതെ സുന്നത്ത് ജമാഅത്തിന് ആദർശം ഇതുവരെ പണയം വെക്കേണ്ടി വന്നില്ല. ആദർശത്തിന്റെ പുറത്തായിട്ട് ഒരാൾ പുതിയൊരു വാദം കൊണ്ടുവന്നാല് ഞങ്ങളൊക്കെ ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നവരാണ്, ചെറിയ പോയിന്റുകളിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് അവരെ ചേർത്ത് പിടിക്കലില്ല. സുന്നത്ത് ജമാഅത്തിന് അവരുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നിട്ട് നിലപാട് വ്യക്തമാക്കും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പോഴും പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഭാഗത്തിന്റെ കൂടെ കൂടണം, അല്ലെങ്കിൽ മുത്തുനബി തങ്ങൾ വഴി, സ്വഹാബത്ത് വഴി, താബീങ്ങൾ വഴി, താബീങ്ങൾ വഴി, ഇമാമിങ്ങൾ വഴി നമുക്ക് കൈമാറി കിട്ടിയ ഈ സുന്ദരമായ ഒരു ആശയത്തെ ഫോളോ അപ്പ് ചെയ്യണം. ഇതിന്റെ മെയിൻ പ്രശ്നം എന്താ അറിയാം? ശക്തമായിട്ട് ഒരാളെ പിന്തുണക്കാൻ പാടില്ല. ചങ്ങായിമാരെ ഇമാമിങ്ങളല്ലേ പിന്തുണക്കുന്നേ, അവർക്ക് അറിവുണ്ട് എന്ന് സമ്മതിച്ചു കൊടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? പരിശുദ്ധ ഖുർആന്റെ കൃത്യമായിട്ടുള്ള ചോദ്യമല്ലേ, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിവരമുള്ളവനും ഇല്ലാത്തവനും സമന്മാരാണോ നബിയെ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കോപ്പി പേസ്റ്റ് ഇല്ലേ, അതിന്റെ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഖുർആനിലുള്ള ഒരായത്താണ്, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആക്കും വലൗ സമിഉ മസ്തജാബു ലക്കും. ഇൻ തദ്ഉഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ ദുആനെ അവർ കേൾക്കൂല, വലൗ സമിഉ, ഇനി കേട്ടാൽ തന്നെ, മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം നൽകൂല. ഇതിങ്ങനെ ഉറക്കെ ഓതിയിട്ട് പാവ സാധുക്കളെ പേടിപ്പിക്കും. സംഗതി ഒന്നുമില്ല, ആ ഹും എന്നുള്ള ലമീറിന്റെ അർത്ഥം മനസ്സിലാക്കി തീരുന്ന പ്രശ്നമേ ഉള്ളൂ. മുഫസ്സിരിങ്ങൾ അതിന്റെ അർത്ഥം പറയുന്നുണ്ട്, ഇൻ തദ്ഉഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, അതായത് ഐ അസ്നാമൻ, നിങ്ങൾ ബിംബങ്ങളോട് ദുആ ചെയ്താൽ ബിംബങ്ങൾ കേൾക്കൂല, അത് ഉറപ്പന്നെയല്ലേ? ഇങ്ങനെ കാഫിര്യങ്ങൾക്കെതിരെ പറഞ്ഞ മുഴുവൻ ആയത്തുകളെയും മുഫസ്സിരിങ്ങൾ എന്ത് പറഞ്ഞു എന്ന് നോക്കാതെ മുസ്ലിമീങ്ങൾക്കെതിരെ പ്രയോഗിക്കലാണ് ഇവരെ പണി. അള്ളാഹു ഈ ഫിത്നക്കാരുടെ ഷെറിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ.